ഹലോ മക്കളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ എന്തായിരുന്നു പഠിച്ചത്? എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഇരിപ്പുണ്ടായിരുന്നു. ആ ചാർജിനെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. ആ ചാർജിന്റെ മോഷനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. പക്ഷേ അവിടെ എറിഞ്ഞതിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് ഞാൻ എടുത്തെറിഞ്ഞത്, ശരിയല്ലേ? സോ വെലോസിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ ചാർജ് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കുന്നത് പഠിച്ചതാണ്. അവിടെ നമ്മൾ ചാർജ് ഡയറക്ഷനെ പറ്റിയും കറങ്ങുന്നതിന്റെ ഡയറക്ഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. പോസിറ്റീവ് ചാർജ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കയറുന്നതെങ്കിൽ അത് എങ്ങനെ കയറിയാലും ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻടു ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ പ്രവേശിച്ചാലും 90 ഡിഗ്രിയിൽ എങ്ങനെ പ്രവേശിച്ചാലും അതെയും ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങും നമ്മൾ പഠിച്ചതാണ്. ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമ്മൾ ഡയറക്ഷൻ മനസ്സിലാക്കി. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ട്, സർ റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ 4 ഫിംഗർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാനാണ്. സോ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നു. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എടുക്കണം? മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് രീതിയിൽ എടുക്കണം. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നിട്ടും പ്രയാസമുണ്ടോ? ഞാൻ വേറെ ട്രിക്കും പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് വീണ്ടും പ്രയാസമുണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വീണ്ടും പ്രയാസമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് അതാണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. സോ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഇതാണ് പറയുന്നത്. നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ്, ഫോർ എക്സാമ്പിൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണെന്ന് കരുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ മക്കളെ? ഇൻടു ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആണ്. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് v എന്ന വെലോസിറ്റിയിൽ വരികയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് പറഞ്ഞതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു മിഡിൽ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇൻടു ദ പ്ലെയിൻ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ്. സോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാം റൂൾ ഉപയോഗിക്കാം. പാം റൂൾ എന്താ പറയുന്നത്? എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് പോണത് അതിന്റെ സെയിം ഡയറക്ഷൻ നിങ്ങൾ റൈറ്റ് ഹാൻഡിന്റെ ആ ഫിംഗേഴ്സ് എന്ത് ചെയ്യണം? പോയിന്റ് ചെയ്യണം. കണ്ടോ? ഇങ്ങനെ പോയിന്റ് ചെയ്യണം. സോ എങ്ങനെയാ ഫിംഗർ പോയിന്റ് ചെയ്യേണ്ടത്? ഫിംഗേഴ്സ് എങ്ങനെ പോയിന്റ് ചെയ്യേണ്ടത്? ഫിംഗേഴ്സ് എല്ലാം പോയിന്റ് ചെയ്യേണ്ടത് നമ്മുടെ എങ്ങനെയാണോ നമ്മളുടെ എന്ത് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ആ ഡയറക്ഷൻ ഫിംഗേഴ്സ് എല്ലാം പോയിന്റ് ചെയ്യണം. അതിനുശേഷമാണെങ്കിൽ നിങ്ങളുടെ തമ്പ് എങ്ങോട്ട് പിടിക്കണമെന്ന് അറിയാമോ? എങ്ങോട്ടാണോ വെലോസിറ്റി വരുന്നത് ആ ഡയറക്ഷൻ തമ്പ് പിടിക്കണം കേട്ടോ. അപ്പൊ തമ്പ് എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചു. നേരത്തെ എല്ലാ ഫിംഗറും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ എല്ലാ ഫിംഗറും ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പിടിച്ചു. നമ്മൾ ഇങ്ങനെ കൈവച്ചു. ഞാൻ നോക്കുകയാണ് തമ്പ് എങ്ങനെ പിടിക്കണം? തമ്പ് പിടിക്കേണ്ടത് വെലോസിറ്റി ഡയറക്ഷനിലാണ്. സോ വെലോസിറ്റി ഡയറക്ഷനിൽ ആരെ പിടിച്ചു? തമ്പ് പിടിച്ചു. ഇപ്പോഴും നോക്ക്, എല്ലാ ഫിംഗേഴ്സും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ്. തമ്പ് എന്ത് ചെയ്യാണ്? വെലോസിറ്റി ഡയറക്ഷനിലാണ്. ഇതൊരു ഫോഴ്സ് കൊടുത്ത് പാം എവിടെയാണോ ഇരിക്കുന്നത് പാം ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഫോഴ്സ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ എങ്ങോട്ടാ ചാർജ് മൂവ് ചെയ്യുന്നത്? ചാർജ് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ചാർജിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാം റൂൾ അപ്ലൈ ചെയ്യാം. നോക്ക്, ഫിംഗർ പിടിക്കുക. എങ്ങോട്ടാ ഫിംഗർ പിടിക്കേണ്ടത്? ഫിംഗേഴ്സ് എല്ലാം പാം. ഹാൻഡ് എങ്ങോട്ടാ പിടിക്കേണ്ടത്? ഹാൻഡ് പിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ. തമ്പ് പിടിക്കേണ്ടത് വെലോസിറ്റി ഡയറക്ഷനിൽ. ഫോഴ്സ് കൊടുക്കുക. പാം ഇരിക്കുന്ന ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇത് റൈറ്റ് ഹാൻഡ് പാം റൂൾ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ് എന്ത് കണ്ടുപിടിക്കാൻ? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാം റൂൾ ഉപയോഗിക്കാം. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് മാത്രമേ യൂസ് ചെയ്യാവൂ, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യരുത്. റൈറ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് ഇവിടെയാണെങ്കിൽ എന്താണ് പഠിക്കണം നോക്കാം. ഇവിടെ നിന്നാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടോ മക്കളെ? എൻ്റെ കയ്യിൽ എന്ത് ചാർജ് ഉണ്ട്? നിങ്ങൾ പറയും സർ സാറിൻ്റെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ചാർജ് ആണെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇത് യൂണിഫോം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് ആരെ എടുത്തെറിയാൻ പോവുകയാണ്? ഒരു പോസിറ്റീവ് ചാർജിനെ എടുത്തെറിയാൻ പോവുകയാണ്. സോ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്റെ കയ്യിരിക്കുന്ന പോസിറ്റീവ് ചാർജിനെ ഞാൻ എങ്ങനെ എടുത്തെറിയുന്നത്? 90 ഡിഗ്രിയിലാണോ? അല്ലല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മൾ 90 ഡിഗ്രിയിലാണ് എടുത്തെറിഞ്ഞത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ 90 ഡിഗ്രിയിലല്ല, പകരം ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് അക്യൂട്ട് ആകാം, ഒബ്റ്റ്യൂസ് ആകാം. ഒരു ആംഗിൾ ഞാൻ എന്ത് ചെയ്യാണ്? എടുത്തെറിയുകയാണ്. സോ വെലോസിറ്റി ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അക്യൂട്ട് ആകാം, ഒബ്റ്റ്യൂസ് ആകാം. പക്ഷെ ഒരിക്കലും 90 ഡിഗ്രി അല്ല. 90 ഡിഗ്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും?
അപ്പൊ നിങ്ങൾ പറയണം സർ അത് ചരിഞ്ഞ വെക്ടർ ആണ്, ഈ വെക്ടർ എങ്ങനെ ഇരിക്കുകയാണ്, ചരിഞ്ഞിരിക്കുകയാണ്. സോ വെലോസിറ്റി വെക്ടർ ചരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചരിഞ്ഞ വെക്ടേഴ്സിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് കീറി മുറിക്കും. പറയുന്നില്ല മക്കളെ, പഠിക്കാം. സോ ഇവിടെ തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണെങ്കിൽ എന്തായിരിക്കും, തീറ്റയാണ് കാര്യം പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിനെ ആണെങ്കിൽ ഒരു ഡിവിഡന്റ് മുറിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരേ സ്ഥാനത്ത് കിടക്കുന്ന ആംഗിൾസ് എന്താണ്, സെയിം ആണ്. സോ ഇത് തീറ്റയാണെങ്കിൽ തീറ്റയാണ്, ഇത് ഫുള്ള് വി ആണ്. സോ എന്താണ്, വി കോസ് തീറ്റയാണ്. ഇതെന്താണ്, വി സൈൻ തീറ്റയാണ്. സോ വി കോസ് തീറ്റ, വി സൈൻ തീറ്റ. നമ്മൾ വെലോസിറ്റിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് കീറി മുറിച്ചു. ഈ വി സൈൻ തീറ്റ എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് വി സൈൻ തീറ്റ. അതുപോലെ വി കോസ് തീറ്റയോ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് വി കോസ് തീറ്റ. സോ നമുക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് ആ മാഗ്നറ്റിക് ഫീൽഡിൽ പോയ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് വെലോസിറ്റി, ഇതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് വെലോസിറ്റി. അപ്പൊ നിങ്ങൾ പറയും സാർ പറഞ്ഞ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് വെലോസിറ്റി എങ്കിൽ ഉറപ്പായിട്ട് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. അതായത് ഈ ചാർജ്, ഈ വെലോസിറ്റി മൂലം ഈ ചാർജ് എന്ത് മോഷൻ കാണിക്കും, യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കണം. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കണം. ഇങ്ങനെ കിടന്ന് കറങ്ങിയേനെ കണ്ടോ, അത് ഇങ്ങനെ കിടന്ന് കറങ്ങിയ ചാർജ്, ഇങ്ങനെ പോകുന്ന ചാർജ് അത് ഇങ്ങനെ കിടന്ന് കറങ്ങിയേനെ. ഇനി അടുത്തെന്താണ്, ഇനി വി കോസ് തീറ്റ എടുക്കാൻ പോവുകയാണ് മക്കളെ. വി കോസ് തീറ്റ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ്. വി കോസ് തീറ്റ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആണ്. എപ്പോഴെങ്കിലും വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആണെങ്കിലോ ആന്റി പാരലൽ ആണെങ്കിലോ നിങ്ങൾ പറയും സർ ഇവിടെയാണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ ഇവിടെ ആക്ട് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഈ കമ്പോണന്റ് മാഗ്നറ്റിക് ഫോഴ്സിനെ ഉണ്ടാക്കുന്നില്ല. ഇവൻ മാഗ്നറ്റിക് ഫോഴ്സിനെ ഉണ്ടാക്കും, പക്ഷെ ഇവൻ മാഗ്നറ്റിക് ഫോഴ്സിനെ ഉണ്ടാക്കുമോ, ഇല്ല. ഇവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തുപോലെ ആക്ട് ചെയ്യും, സെൻട്രിപെറ്റൽ ഫോഴ്സ് പോലെ ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. ഇവനാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. സോ ഇവൻ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ വെലോസിറ്റി ഉണ്ടല്ലോ. ഈ വെലോസിറ്റി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. സോ ഇങ്ങോട്ട് മോഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഫോഴ്സ് ഉണ്ടോ, ഇല്ല. ഇവിടെയാണെങ്കിൽ എന്തുണ്ട്, ഇവിടെ ഫോഴ്സ് ഉണ്ട്. ഏത് ഫോഴ്സ് ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ വി സൈൻ തീറ്റ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ട് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. വി കോസ് തീറ്റ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആണ്, അതുകൊണ്ട് അവൻ ഒരിക്കലും ഫോഴ്സിനെ ഉണ്ടാക്കുകയില്ല. സോ ഇവൻ ഫോഴ്സിനെ ഉണ്ടാക്കും. ഇവൻ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സിനെ ഉണ്ടാക്കുന്നില്ല, പക്ഷെ വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് മോഷനും ഉണ്ട്. സോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആര് കാരണമാണ്, ഇവൻ കാരണം. ഇവൻ കാരണം എന്ത് ചെയ്യും, ഒരു ഭാഗം വേറെ ഭാഗത്തേക്ക് സഞ്ചരിക്കും. സോ ഇവിടെ രണ്ട് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്നെന്ന് പറഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ യൂണിഫോം ലീനിയർ മോഷനും ഉണ്ട്. യൂണിഫോം ലീനിയർ മോഷൻ, നേരെ സഞ്ചരിക്കും. ആ വെലോസിറ്റി ഏതാണ്, വി കോസ് തീറ്റ എന്ന വെലോസിറ്റിയിൽ അത് എന്ത് ചെയ്യും, നേരെ സഞ്ചരിക്കും. ബോഡി നേരെ സഞ്ചരിക്കും, അല്ലെങ്കിൽ ചാർജ് നേരെ സഞ്ചരിക്കും. സോ ഇവിടെ രണ്ട് മോഷൻ ഒരുമിച്ചാണ് നടക്കുന്നത്, ഒരേ സമയത്താണ് നടക്കുന്നത്. എന്തൊക്കെയാണ്, കറങ്ങുകയും ചെയ്യണം, അങ്ങോട്ട് പോവുകയും ചെയ്യണം. എങ്ങനെ സംഭവിക്കും, കറങ്ങുകയും ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്യും. സോ കറങ്ങുകയും ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ പറയും സർ, സോ മോഷൻ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇത് കറങ്ങുകയും ചെയ്യും, അങ്ങോട്ട് പോവുകയും ചെയ്യും. സോ എന്താണ്, ഹെലിക്കൽ മോഷൻ ആണ്. ഹെലിക്കൽ മോഷൻ എന്ത് ചെയ്യും, ഒരു ഹെലിക്കൽ മോഷൻ കാണിക്കും. സോ എന്ന് പറഞ്ഞേ, ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു അക്യൂട്ടോ ഒബ്റ്റ്യൂസോ ആംഗിൾ ഉണ്ടാക്കി എങ്ങോട്ട് കയറുകയാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് മോഷൻ സംഭവിക്കും, ചാർജിന് ഹെലിക്കൽ മോഷൻ സംഭവിക്കും. കാരണം വെലോസിറ്റിയുടെ ഒരു കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതാണെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആണ്. അവിടെ ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്.
അതുകൊണ്ട് അത് ഒരിക്കലും ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ മോഷൻ ഉണ്ട്, അതൊരിക്കലും ക്യാൻസൽ ആയി പോവുകയില്ല. മോഷൻ എന്ത് ചെയ്യും? ആ മോഷൻ കാരണം v cos θ എന്ന വെലോസിറ്റി കാരണമാണെങ്കിൽ ബോഡി ഇങ്ങോട്ട് യൂണിഫോം ലീനിയർ മോഷൻ കാണിക്കും. സോ ഒരു ഭാഗത്ത് യൂണിഫോം സർക്കുലർ മോഷൻ, മറുഭാഗത്ത് യൂണിഫോം ലീനിയർ മോഷൻ. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ കമ്പൈൻ മോഷനായ ഹെലിക്കൽ മോഷൻ നമുക്ക് കാണാൻ കഴിയും. സോ ചാർജ് എന്ത് മോഷൻ കാണിക്കും? ഹെലിക്കൽ മോഷൻ കാണിക്കും. ഓക്കെ, സോ ഈ മോഷനിലെ ടൈം പീരീഡ് എത്രയാണ്? ഈ മോഷനിൽ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് ആരാണ് തീരുമാനിക്കുന്നത്? ടൈം പീരീഡ് യൂണിഫോം സർക്കുലർ മോഷനാണ് തീരുമാനിക്കുന്നത്. ഒരു ഭാഗത്ത് വന്ന് കറങ്ങി തിരിച്ചു വരാൻ എത്ര സമയം വേണം? ടൈം പീരീഡ് തീരുമാനിക്കുന്ന ആരാണ്? സർക്കുലർ മോഷൻ ആണ്. ഇതെന്ത് മോഷൻ കാണിക്കും? ഇത് ലീനിയർ മോഷൻ, ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. സോ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഇവനാണ്. കറക്കുന്നത് ആരാണ്? ഇവനാണ്. സോ ഞാൻ ചോദിക്കുകയാണ്, ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ ഇവിടെ തുടങ്ങി ഇതിങ്ങനെ കറങ്ങി 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 അതിന്റെ അതേ സ്ഥാനം തിരിച്ചു വരാനായിട്ട് എത്ര സമയമെടുക്കും? നിങ്ങൾ പറയും സാർ വെച്ചാൽ ടൈം പീരീഡ് ആണ്. സോ എവിടെ തുടങ്ങി അതേ പൊസിഷനിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ് സാർ പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ ആവശ്യമായ സമയം. സോ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ ടൈം പീരീഡ് ഇക്വേഷൻ പഠിച്ചതാണ്. ടൈം പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എനിക്ക് v cos θ v sin θ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡ് ബൈ qb ആണ്. ഇവിടെ വെലോസിറ്റി ഉണ്ടോടാ? ഇവിടെ വെലോസിറ്റി ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരുവാൻ ആവശ്യമായ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആവശ്യമായ സമയം എന്താണ്? ഇതാണ് ടൈം പീരീഡ്. സോ ഇവിടുന്ന് തുടങ്ങി കറങ്ങി അതേ പോയിന്റ് വരാനായിട്ട് എത്ര സമയം വേണം? ഇത്രയും സമയം വേണം. അങ്ങനെയെങ്കിൽ ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ എന്ത് ചെയ്യും? അത് മുന്നോട്ട് സഞ്ചരിച്ചിരിക്കും. ശരിയാണോ? ഒരു കംപ്ലീറ്റ് റവല്യൂഷനിൽ അത് എങ്ങോട്ട് സഞ്ചരിക്കും? മുന്നോട്ട് സഞ്ചരിക്കും. സോ ഒരു കംപ്ലീറ്റ് റവല്യൂഷനിൽ എത്ര മുന്നോട്ട് സഞ്ചരിച്ചു? ഇതിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. ഇത് വിളിക്കും പിച്ച്. സോ എന്താണ് പിച്ച് എന്ന് പറഞ്ഞത്? പിച്ച് ഈസ് ദ ലീനിയർ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ linear distance covered by the charge when it undergo one complete revolution. സോ എന്താണ് പിച്ച് എന്ന് പറയുന്നത്? പിച്ച് ഈസ് ദ ലീനിയർ ഡിസ്റ്റൻസ്. ദ ലീനിയർ ഡിസ്റ്റൻസ് ആണ് കവേർഡ് ബൈ ദ ചാർജ്. ആരാണ് കവർ ചെയ്തത്? ചാർജ് കവർ ചെയ്ത ലീനിയർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. ഇതിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. എപ്പോഴാണ്? when charge undergo one complete revolution. സോ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? ഇതിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. സോ പിച്ച് ആരാ ഉണ്ടാക്കുന്നത്? നിങ്ങൾ പറയും സാർ ലീനിയർ മോഷൻ ആണ്, യൂണിഫോം ലീനിയർ മോഷൻ ആണ് പിച്ചിനെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇത് ഡിസ്റ്റൻസ് ആണ്. സോ പിച്ച് എന്ന് പറയുന്നത് ഇതെന്താണ്? ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ വെലോസിറ്റി എന്താണ്? v cos θ ആണ് വെലോസിറ്റി. അതിനാവശ്യമായ സമയം എത്രയാണ്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവശ്യമായ സമയം എത്രയാണ്? ടൈം പീരീഡ് ആണ്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു v cos θ ഇൻറ്റു ടൈം പീരീഡിന്റെ വാല്യൂ എത്രയാണ്? 2πm ഡിവൈഡ് ബൈ qb. സോ നമുക്ക് ആരെ വാല്യൂ കിട്ടി? പിച്ചിന്റെ വാല്യൂ കിട്ടി. സോ പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു v cos θ ഇൻറ്റു അതിനാവശ്യമായ സമയം എത്രയാണ്? 2πm ഡിവൈഡ് ബൈ qb. കാര്യം മനസ്സിലായോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ചാർജിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ, എടുത്തെറിയുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഹെലിക്കൽ മോഷൻ കാണിക്കും. ആ ഹെലിക്കൽ മോഷന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ പഴയ ടൈം പീരീഡ് ആണ്. കാര്യം വെലോസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിയാണെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര ദൂരമാണ് മുന്നോട്ട് സഞ്ചരിച്ചത്? അതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് ആരാ ക്രിയേറ്റ് ചെയ്തത്? ആ യൂണിഫോം ലീനിയർ മോഷൻ ആണ്. ഇങ്ങോട്ടുള്ള ലീനിയർ മോഷൻ ആണ് പിച്ചിനെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പറയാം പിച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഫോർ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. എന്താണ്? പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എന്താണ്? v cos θ ആണ്. അതിനാവശ്യമായ സമയം എത്രയാണ്? t ആണ്.
ടൈം പീരീഡ് ആണ്. സോ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ മക്കളെ, സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ചാർജ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്രവേശിക്കുമ്പോഴുള്ള എല്ലാ കണ്ടീഷനും വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.